ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ വീഡിയോ. ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കാർക്കും അറിയാൻ സാധ്യത കുറവാണ്. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ PR വർക്ക് എടുത്ത് ജയിപ്പിച്ച മെയിൻ ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഇയാള് ചില്ലറക്കാരനല്ല, കേരളത്തിലുള്ള BJPയുടെ സൈബർ ഇടത്തിലുള്ള തലപ്പത്തിരിക്കുന്ന ആളാണ് ഇദ്ദേഹം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇദ്ദേഹമാണ് BJPക്ക് വേണ്ടിയിട്ട് PR വർക്കൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേരളത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന്റെ മുൻപ് ചെയ്തിരുന്നു. അന്ന് ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ ബാക്കി നമ്മൾ എന്തായാലും കാണുമെന്ന്. അതിന്റെ ബാക്കിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ അന്ന് എവിടെയും പറഞ്ഞു നിർത്തിയത് നമ്മൾ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത്. ശാഖ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ന്യൂസൊക്കെ അതേപോലെ വെള്ളം കൂട്ടാതെ വീങ്ങിയിട്ട് ഇതേപോലെ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് ഇതേപോലെ തുപ്പാണ്. ഇനി കേരളത്തിൽ BJPയുടെ യുഗമാണെന്ന്. ഇതൊക്കെ ആര് വിശ്വസിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ഒരു ഇന്റർവ്യൂല് വന്നിട്ട് ഇതേപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കേരളത്തിൽ ഇനി BJPയുടെ യുഗമായിരിക്കുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി കേരളത്തിൽ BJPയുടെ യുഗമായിരിക്കുമെന്ന്? ഇതൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ തുപ്പുന്നതാണ്. അല്ലാതെ ഇവിടെയുള്ള ജനങ്ങൾക്കൊന്നും ബുദ്ധിയില്ലാതായി പോയിട്ടില്ല എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. ഞാനങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നുമല്ല, ഇവന്മാരുടെ കയ്യിൽ നമ്മുടെ കേരളം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇദ്ദേഹം കുറച്ച് വാക്കുകളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. കണ്ടു തുടങ്ങാം. നാട്ടിൽ വികസനമില്ല, തീരെ വികസനമില്ല. ഇവര് രണ്ടുപേരും കുത്തിയിരുന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയാണ് നമ്മുടെ നാട്ടിൽ വികസനമില്ല, തീരെ വികസനമില്ല എന്നൊക്കെ. പിന്നെ നിങ്ങളുടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണോ വികസനമുള്ളത്? കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളം നമ്പർ 1 ആണ് പല കാര്യങ്ങളിലും. എന്നിട്ടും നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ മുഖത്തോട് മുഖം നോക്കിയിട്ട് കേരളത്തിൽ വികസനം തീരെ ഇല്ല എന്നൊക്കെ പറയാൻ കാണിച്ച മനോനിലുണ്ടല്ലോ, അതൊരു യഥാർത്ഥ സംഖ്യയ്ക്ക് അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ കേരളത്തിൽ വികസനമില്ല എന്ന് നിങ്ങളെപ്പോലുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ നിൽക്കുന്ന ആളുകളല്ല കേരളത്തിലുള്ളത്. മനസ്സിലാക്കണേ അണ്ണാ. ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ മുംബൈയെക്കാളും വലിയ എക്കണോമിക് ക്യാപിറ്റലായിട്ട് തിരുവനന്തപുരത്തെ മാറാൻ പറ്റും. അതിൽ രാജീവ് ചന്ദ്രശേഖർജിയെ പോലെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുള്ള നേതാക്കൾ കേരളത്തിൽ ഭരണത്തിൽ വരണം. അതായത് മുംബൈയേക്കാൾ വലിയ എക്കണോമി ആയിട്ട് തിരുവനന്തപുരത്തെ മാറ്റാൻ പറ്റും. പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഭരണം മാറ്റണം. രാജീവ് ചന്ദ്രശേഖരൻ അണ്ണന്റെ കയ്യിലോട്ട് ഭരണം കൊടുക്കണം. എന്നാൽ മുംബൈയേക്കാൾ വലിയ എക്കണോമി ആയിട്ട് തിരുവനന്തപുരത്തെ മാറ്റുമെന്നാണ് ഇതേപോലുള്ള ആളുകളൊക്കെ തൊപ്പിക്കൊണ്ട് വരുന്നത്. ഇതേപോലുള്ള ആളുകളോട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നു മുംബൈയേക്കാൾ വലിയ എക്കണോമി ആയിട്ട് കേരളത്തിലുള്ള തിരുവനന്തപുരത്തെ മാറ്റുമെന്ന്. നിങ്ങളുടെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് നിങ്ങളിപ്പോ ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന പല സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ മുംബൈയേക്കാൾ വലിയ എക്കണോമി ആയിട്ട് മാറ്റിയില്ല, മാറ്റാൻ പറ്റൂല. കാരണം മതം പറഞ്ഞ് വർഗീയതയും പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകളുടെ കയ്യിൽ ഒരു സ്റ്റേറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മുംബൈയേക്കാൾ വലിയ എക്കണോമി ആയിട്ട് മാറ്റാനൊന്നും ഒരു സ്ഥലത്തും പറ്റിയില്ല. കാരണം ഇവർ വികസനം കൊണ്ടുവരുന്നില്ല. ഇതേപോലുള്ള ആളുകളൊക്കെ പലതും പറയും. രാജീവ് ചന്ദ്രശേഖരൻ അണ്ണനെ പോലുള്ള ഒരാൾക്ക് കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഭരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ല മുംബൈയേക്കാൾ വലിയ എക്കണോമി ആയിട്ട് മാറ്റിയെടുക്കുമെന്നൊക്കെ വെറും വാഗ്ദാനം മാത്രം. അല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്ന സംഭവമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇതൊക്കെ വാഗ്ദാനം മാത്രം, എല്ലാവരും മനസ്സിലാക്കുക. നോട്ട് പിണറായി വിജയനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നോട്ട് പിണറായി വിജയൻ. ചെയ്യാൻ പറ്റണമെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖരനാണ് ഭരണത്തിൽ വരണം. മോനെ, സാധാരണക്കാരനക്ക് എന്താ വേണ്ടതെന്ന് പിണറായി വിജയൻ സഖാവിന് നല്ലോണം അറിയാം. അത് അവർക്ക് കൊടുക്കുന്നുണ്ട്. നീ പറയുന്ന വികസനം ഒന്നല്ല കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടത്. മതം പറഞ്ഞ് തല്ലുകൂടാൻ വരാത്ത ആളുകളെയാണ് മലയാളികൾക്ക് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ടേ വികസനം വേണ്ടൂ. നിങ്ങൾ എത്രമാത്രം വികസിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയാലും, വെറും വാഗ്ദാനം നൽകിയാൽ മാത്രം ജനങ്ങൾ അതിൽ വീണു പോകില്ല. നിങ്ങൾ എന്താക്കുക, മതം പറഞ്ഞ വർഗീയത പറയുന്നത് നിർത്തുക. അതിനുശേഷം നിങ്ങൾ വോട്ട് ചെയ്യും. നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഞാൻ തന്നെ ജനങ്ങളോട് പറയും. മനസ്സിലായോ? ഡിവൈഡ് ചെയ്യുക, ഹിന്ദുവിനെ മുസ്ലിമിനെ അടുപ്പിക്കുക, അതിനിടയ്ക്ക് കൂടെ ക്രിസ്ത്യൻസിനെ ഉപദ്രവിക്കുക. നിങ്ങളെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടുപ്പിക്കുക, അതിന്റെ ഇടയ്ക്ക് ക്രിസ്ത്യൻസിനെ വലിച്ചേച്ച് അവരെ ഉപദ്രവിക്കുക. അത് നിങ്ങളല്ലേ ചെയ്യുന്നത്? വേണ്ടട, അങ്ങനെയൊന്നും പറയണ്ട. മോശപ്പെട്ട പരിപാടിയാണ്. നിങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് അത് CPM മാരുടെ തലയിലും കോൺഗ്രസ്സുകാരുടെ തലയിലും വെച്ച് കെട്ടരുത്. മനസ്സിലായോ? സോഷ്യൽ മീഡിയ കേരള CPMന്റെയും കോൺഗ്രസിന്റെയും കള്ളത്തരങ്ങൾ വിളിക്കുക, ജനങ്ങളുടെ മുമ്പിലേക്ക് BJP പറയാൻ ആഗ്രഹിക്കുന്ന വികസന കാര്യങ്ങൾ എത്തിക്കുക. ഇതേപോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, CPMന്റെയും കോൺഗ്രസിന്റെയും കള്ളത്തരം പൊളിക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ മനസ്സിൽ വർഗീയത കേറ്റൂല എന്നുള്ള ഒരു ഉറപ്പ് തരണം. എന്നിട്ട് വേണം BJP എത്രമാത്രം വികസനം കൊണ്ടുവരും എന്നുള്ള ഒരു പ്രചാരണവുമായിട്ട് ഇതേപോലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിരകാന്. അല്ലാതെ ജനങ്ങൾ വർഗീയവാദികളായിട്ട് തലച്ചോറ് ദ്രവിച്ചു പോയിട്ട് അവിടെ ചാണകം കയറി അടഞ്ഞു പോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കാർക്കും ഉണ്ടാവാൻ പാടില്ല അല്ലെ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. CPMന്റെയും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഒക്കെ കള്ളത്തരം പൊളിക്കാനാവില്ല ഇവ നിൽക്കുന്നത്. അല്ലാതെ BJPയുടെ ഉടായ്പ പരിപാടി മറക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരകുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ബ്രോ. നിങ്ങളുടെ BJP കേരളത്തിൽ വളർന്നു വരണമെങ്കിൽ വർഗീയത പറയുന്നത് അവസാനിപ്പിക്കണം പൂർണ്ണമായിട്ട്. അല്ലാതെ ഞങ്ങൾ വർഗീയത പറയും വികസനവും കൊണ്ടുവരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ മുഖത്ത് നോക്കി പറയും കട്ടക്ക് പുറത്തുനിന്ന്. നമുക്കൊരു പരമമായ ലക്ഷ്യമുണ്ട്.
വികസിത കേരളം യാഥാർത്ഥ്യമാകുന്നത് BJP-യിലൂടെ മാത്രമേ പോസിബിൾ ആവൂ. വികസിത കേരളം യാഥാർത്ഥ്യമാകുന്നത് BJP-യിലൂടെ മാത്രമാണ്. അല്ല, നമ്മളിപ്പോ വികസിച്ചിട്ടൊന്നുമില്ലടാ, നമുക്ക് വിദ്യാഭ്യാസം ഇല്ല, 1% മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ അല്ലേ, പട്ടിണി കിടക്കാണ് നമ്മളെല്ലാവരും അല്ലേ. വികസനം എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ലടാ. അതുകൊണ്ടാണ് BJP-യെ ഇതേപോലുള്ള ആളുകളൊക്കെ വളർത്തിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ കിടന്നിട്ട് പലതും പറയുന്നത്. അപ്പോൾ താങ്കളെ പോലുള്ള ആളുകളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, BJP ഭരിക്കുന്ന സംസ്ഥാനവും കേരളവും തമ്മിൽ ഉള്ള ഒരു കമ്പാരിസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ വികസിത കേരളം എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനത്തേക്കാൾ കൂടുതൽ വികസിച്ചിട്ടുണ്ട് കേരളം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കും മാൻ. പറഞ്ഞത് അയാള് ഇതേപോലെയുള്ള ആളുകളൊക്കെ ജനങ്ങളെ ചിരിപ്പിക്കും, തമാശ പറയുന്നില്ല. എന്താക്കിയത് അയാള് അങ്ങനെയല്ലേ, നമ്മക്ക് പറ്റൂല അളിയാ, അത് അയാൾ തന്നെ ആക്കണം. ആ അതൊക്കെ വിട്ട് കളിയാക്കണ്ട, പാവണ്ട, ആദ്യമായിട്ടായിരിക്കും ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ബാക്കികൾക്ക് സ്കോപ്പ് BJP-യുടെയാണ്, വേറെ ഒന്നും ഇല്ല ഇവിടെ. BJP-ക്ക് തന്നെയാണ് കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള സ്കോപ്പ് ഉള്ളത്. അതുകൊണ്ടാണ് വട്ടപൂജ്യമായിട്ട് കിടക്കുന്നത് അല്ലേ. ഞാൻ പറഞ്ഞതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ചിന്തിച്ച് നോക്ക്. സൈബറിന്റെ പോരാളിയല്ലേ, വർഗീയത പറയുന്ന ആളുകളെ അടുപ്പിക്കാതെ നിന്നിട്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് നോക്ക്. അല്ലാതെ ഞങ്ങൾ വർഗീയത പറയും, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ മാത്രം മതി ഞങ്ങൾക്ക് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് ഭരണം കിട്ടില്ല. ഇനി പുതിയ ജനറേഷൻ കുട്ടികൾ ജനിച്ചു വരട്ടെ, അവരുടെ മനസ്സിൽ വർഗീയത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളം പിടിക്കാൻ പറ്റും, അല്ലാതെ പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിചാരം വേണ്ട. അപ്പൊ ഇതിൽ നല്ല വീഡിയോ വീണ്ടും കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. ബൈ 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 ബൈ.